ഭീമ. ഞങ്ങളുടെ സിനിമകളൊക്കെ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പിൽ ഗോപിചന്ദ്രൻ ഞങ്ങൾ വിളിക്കുന്നത് ചന്തു എന്നാണ്. കാരണം മിക്കപ്പോഴും പുള്ളിയുടെ മലയാളത്തിൽ ഇറങ്ങുന്ന ഡബ്ബ് സിനിമകളിലൊക്കെ കഥാപാത്രത്തിൻ്റെ പേര് ചന്തു എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോഴും വിളിക്കുന്നത് ചന്തു തന്നെയാണ്. അപ്പോൾ ഗോപിചന്ദിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഭീമ. സ്ഥിരം പോകുമ്പോൾ തന്നെയാണ്. പുള്ളി പോലീസുകാരൻ ചാർജ് എടുക്കുന്നു. അവിടെ വില്ലന്മാരായിട്ട് ഡിഷും അവിടെ ഒരു അമ്പലമുണ്ട്. അതിന് ചുറ്റിപ്പറ്റി കുറേ സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി. മാസും ആക്ഷനും മിത്തും ഒക്കെ കൂടിയതാട്ടോ ഭീമയുടെ ഒരു കഥ വരുന്നത്. ബോക്സ് ഓഫീസിൽ വമ്പൻ തോൽവിയായിരുന്നു സിനിമ. അതേപോലെ തന്നെ ഇതിനൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു, പുള്ളി കാളപ്പുറത്തിരിക്കുന്നതൊക്കെ. അതൊക്കെ വമ്പൻ ട്രോളിംഗ് ആയിരുന്നു, പുള്ളിക്ക് മാറ്റി പിടിക്കാറായില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ പേഴ്സണലി ഈ ഫിലിമിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടോ. അതിനൊറ്റ റീസണാണ് ഗോപിചന്ദ്. കാരണം പുള്ളിയുടെ പഴയ സിനിമകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു വമ്പൻ കമ്പാക്കിനാണ് പുള്ളി വരുത്തിയിരിക്കുന്നത്. നല്ല അടിപൊളി മേക്ക് ഓവർ തന്നെയായിരുന്നു. അതിന് ഡയറക്ടറായിട്ടുള്ള ഹർഷയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുള്ളിയുടെ സ്റ്റൈല്, പുള്ളിയുടെ ഫൈറ്റ്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടി. പുള്ളിയുടെ ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ഫൈറ്റ് സീൻസ് ഉണ്ട് ഇതിൽ. നേരത്തെ പറഞ്ഞ കാളയുടെ പോയിരിക്കുന്ന സീനാണ് പുള്ളിയുടെ ഇൻട്രോ. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഇൻട്രോ. അതിനുശേഷം വരുന്ന ഫൈറ്റ്, പിന്നെ കാട്ടിനകത്തുള്ളൊരു ഫൈറ്റ് ഉണ്ട്, അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അതിനകത്ത് കുറേ സീൻസൊക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കണ്ടായിരുന്നു. പിന്നെ അടിപൊളി ഇൻ്റർവൽ ബ്ലോക്ക് ട്വിസ്റ്റ്, പിന്നെ ക്ലൈമാക്സ് വരുന്ന ഒരു ഫൈറ്റ്, എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. പുള്ളിക്ക് വേണ്ടി മാത്രം കാണാം. പുള്ളിയുടെ ഒരു വൺ മാൻ ഷോ ആണ് ഈ ഭീമ എന്ന് പറഞ്ഞ സിനിമ. ബാക്കി ഭാഗങ്ങൾ മൊത്തം തന്നെ സ്ഥിരം തെലുങ്ക് സിനിമയിൽ കണ്ടുവരുന്ന സ്ഥിരം ബോംബ് ഐറ്റംസ് തന്നെയായിരുന്നു. ഈ പുള്ളിയുടെ ഒരു എന്താ പറയുക പുള്ളിയുടെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഈ സിനിമ എന്തായാലും കാണാവുന്നതാണ്. ബാക്കി നോക്കുവാണെങ്കിൽ രണ്ട് നടിമാരാണുള്ളത്, പ്രിയ ഭവാനി ശങ്കറും മാളവിക ശർമ്മയും. പ്രിയ ഭവാനി ശങ്കറിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മാളവിക ശർമ്മ നല്ല വെറുപ്പിക്കലായിരുന്നു. ഗോപിചന്ദുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ശരിക്കും അണ്ണാക്കിലടിച്ച് തന്ന് വെറുപ്പിച്ചിട്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, പുള്ളിക്കാരത്തി ഇതിനകത്ത് ടീച്ചറായിട്ടാണ്. അപ്പോൾ ഇത്രയും സെക്സി ലുക്കിൽ ഡ്രസ്സിങ് ഒക്കെ ഇട്ടിട്ട് ഏത് സ്കൂളാണ് ഇങ്ങനെ പഠിപ്പിക്കാൻ സമ്മതിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊന്ന്. രണ്ടാമത് കുറച്ചും കൂടെയൊക്കെ കോമഡി കൊണ്ടുവരായിരുന്നു. കാരണം വെണ്ണില കിഷോർ ഇതിനകത്തുണ്ട്. പുള്ളിയുടെ സീൻസൊക്കെ കുറവായിരുന്നു, അടിപൊളി സീൻസും ആയിരുന്നു. പക്ഷേ പുള്ളിയായിട്ട് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഗോപിചന്ദുമായിട്ട് സീൻസ് കൊണ്ടുവന്നിട്ട് കോമഡി കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കായിരുന്നു. ബാക്കി നാസർ, വില്ലന്മാർ എല്ലാം തന്നെ നല്ല ഗഡാഗഡിയന്മാരായിട്ട് ആൾക്കാരായിരുന്നു. എല്ലാവരും തന്നെ നൈസായിരുന്നു. ക്ലൈമാക്സ് വരുന്ന ട്വിസ്റ്റൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ വേറെ തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റിംഗ് ആയിരുന്നു. ഈ ഫൈറ്റ് സീൻസിലൊക്കെ ചില ഭാഗത്തൊക്കെ എഡിറ്റിംഗ് ഒക്കെ ഒരു ബോറായിട്ട് തോന്നി. ചില ഭാഗങ്ങൾ കേട്ടോ, ഒരു കംപ്ലീഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഒരു പൂർണ്ണത കിട്ടുന്നുണ്ടായിരുന്നില്ല ചില ഭാഗത്തൊക്കെ. അതേപോലെ തന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പോഴും ഈ ഗോപിചന്ദും ബാലയ്യൊക്കെ എല്ലാവരും തന്നെ സ്ഥിരം ഫോർമാറ്റുള്ള സിനിമ തന്നെയാണ് വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം ബോംബുകൾ ഇവർക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൂടെ എന്ന് ഞാൻ ആലോചിക്കലുണ്ട്. ഇപ്പം ഈ ആദിശേഷൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവർക്ക് എടുത്തുകൂടെ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇവർക്ക് വലിയ നടന്മാരാണ്, ഇവരുടെ അടുത്തേക്ക് ഇപ്പോൾ ഡയറക്ടർമാർ വരാതെ ഇവർക്ക് അങ്ങോട്ട് പോയിട്ട്, കാരണം നല്ല സിനിമകൾ ചെയ്താലല്ലേ ഇൻഡസ്ട്രിയിൽ പിടിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇവർക്ക് പുതിയ ഡയറക്ടർമാരുടെ അടുത്ത് അങ്ങോട്ട് പോയിട്ടൊക്കെ പറഞ്ഞ് നല്ല സിനിമകളൊക്കെ ചെയ്തുകൂടെ ഞാൻ അങ്ങനെ ആലോചിച്ചു പോയി. എന്തായാലും പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സിനിമയിൽ. ഒരു ഫ്ലോപ്പ് ആണെങ്കിൽ പോലും ഗോപിചന്ദിനോട് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. താങ്ക് യു.